യെശയ്യാ പ്രവാചക പുസ്തക പഠനത്തിലേക്ക് സ്വാഗതം. വീണ്ടെടുപ്പിൻ്റെ പഠനത്തിൽ എൻ്റെ തലക്കെട്ട് പേര് മാറിപ്പോയിരുന്നു. വീണ്ടെടുപ്പ് എന്നതിന് പകരം യെശയ്യാ പ്രവാചകൻ പുസ്തകം എന്നാണ് ചേർത്തിരുന്നത്. അത് വീണ്ടെടുപ്പിൻ്റെ ക്ലാസ്സായിരുന്നു, 17ാമത്തെ അവതരണം. ഇപ്പോൾ നാം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള പഠനത്തിലാണ്. നാളെ രാവിലെ ഉള്ള അവതരിപ്പിക്കേണ്ട ക്ലാസ്സാണ്. ഇന്ന് നേരത്തെ അത് ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ ക്ലാസ് ഇന്ന് ഉപയോഗിക്കുക, നാളെ ഉപയോഗിക്കുക ചെയ്യുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 10ാം അധ്യായമാണ് നമ്മൾ അവസാനമായി ആദ്യത്തെ 4 വാക്യങ്ങളിലാണ് അവസാനിപ്പിച്ചത്. 9ാം അധ്യായത്തിൽ തുടങ്ങി 8ാം വാക്യത്തിൽ നിന്ന് ന്യായവിധി, പാപത്തിനെതിരെയുള്ള ദൈവത്തിൻ്റെ ന്യായവിധി എന്നുള്ളതാണ് 9ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10ന്റെ 4 വരെ 19ാമത്തെ അവതരണത്തിൽ നമ്മൾ ചിന്തിച്ചത്. നാല് ഭാഗങ്ങളായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കണ്ടു. 4 ഭാഗങ്ങളിലും ആവർത്തിക്കുന്നൊരു പ്രസ്താവന നമ്മൾ കേട്ടു. ഇതെല്ലാം കൊണ്ടും അവൻ്റെ കോപം അടങ്ങാതെ അവൻ്റെ കൈ ഇനി നീട്ടിയിരിക്കും. അത് 12ാം വാക്യം, 17ാം വാക്യം, 21ാം വാക്യം, 10ാം അധ്യായത്തിൻ്റെ 4ാം വാക്യം. ഈ 4 ഭാഗങ്ങളിലും ദൈവം ഇസ്രായേലിൻ്റെ ഗർവ്വത്തിനെക്കുറിച്ച്, ഇസ്രായേൽ ഛേദിക്കപ്പെടുന്നതിനെക്കുറിച്ചും, സംഹരിക്കപ്പെടുന്ന ഒരു അഗ്നിയെക്കുറിച്ചും, വിനാശഹേതുവായ സാമൂഹ്യ അനീതിയെക്കുറിച്ചുമാണ് നാം ചിന്തിച്ചത്. 9ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10ന്റെ 4 വരെ. അതിൻ്റെ രത്നച്ചുരുക്കമായി നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു. ദൈവത്തിൻ്റെ പ്രകൃതിയെ നമുക്ക് ഈ വേദഭാഗത്തിൽ പഠിക്കാൻ കഴിയും. ദൈവം അനുതാപമില്ലാത്ത, മനസ്സാന്തരമില്ലാത്ത ഹൃദയങ്ങളോട് ദൈവം ശക്തമായി ഇടപെടുന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടു. മാത്രമല്ല, അവിശ്വസ്തരായിട്ടുള്ള നേതൃത്വം ദൈവമക്കൾക്ക് എത്രത്തോളം വിനാശമാണ് എന്ന് നമ്മൾ കണ്ടു. പാപത്തിനെതിരെയുള്ള ദൈവത്തിൻ്റെ ശക്തമായ നടപടികളെക്കുറിച്ച് കണ്ടു. 10ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ 3ാം വാക്യത്തിൽ 3 ചോദ്യങ്ങളാണ് യെശയ്യാ അവരോട് ചോദിച്ചത്. 10ാം അധ്യായത്തിൻ്റെ 3ാം വാക്യത്തിൽ, സന്ദർശന ദിവസത്തിൽ ദൂരത്തുനിന്ന് വരുന്ന വിനാശത്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും? സഹായത്തിനായിട്ട് നിങ്ങൾ ആരുടെ അടുക്കൽ ഓടിപ്പോകും? നിങ്ങളുടെ മഹത്വം നിങ്ങൾ എവിടെ വെച്ചുകൊള്ളും? അപ്പോൾ ഈ 3 ചോദ്യങ്ങളാണ് 10ാം അധ്യായത്തിൻ്റെ 3ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നാമത്തെ ചോദ്യം, സന്ദർശന ദിവസത്തിലും ദൂരത്തുനിന്ന് വരുന്ന വിനാശത്തിലും നിങ്ങൾ എന്ത് ചെയ്യും? ദൈവം തൻ്റെ മക്കളെ സന്ദർശിക്കുന്ന ഒരു ദിവസമുണ്ട്. ഒരുപക്ഷെ അത് വിനാശ ദിവസമാകാം. ഇവിടെ ഈ ചോദ്യം ഇവരോട് ചോദിക്കുകയാണ്. നിങ്ങൾ സാധുക്കളെ, അനാഥരെ, വിധവമാരെ, സങ്കടപ്പെടുന്നവരെ, ബുദ്ധിമുട്ട് നേരിടുന്നവരെ, അവർക്കെതിരെ നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ, നാളെ നിങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വന്ന് നിൽക്കുമ്പോൾ, ദൈവമേ എന്നെ സഹായിക്കണമേ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? കരുണ കാണിച്ചില്ലെങ്കിൽ കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകുമെന്ന് യാക്കോബ് പഠിപ്പിച്ചു 2:13. ഇവിടെ ഇവരോട് പറയുന്നത്, ദൈവത്തിന് മുമ്പിൽ ഏറ്റവും അധികം ദൈവത്തിന് കോപം വരുത്തുന്ന ഒന്നാണ് നമ്മുടെ മുമ്പിലുള്ള മനുഷ്യരോട് നമ്മൾ താല്പര്യമില്ലാതെ നിൽക്കുക. പ്രയാസപ്പെടുന്നവർ, ബുദ്ധിമുട്ടുന്നവർ, അനാഥർ, ദരിദ്രർ, അക്ഷരണർ, ഇങ്ങനെയുള്ളവരുടെ മുമ്പിൽ നമ്മൾ കണ്ണടച്ച് കളയുക. ദൈവം ഈ പാപങ്ങളുടെ, ഈ സാധുക്കളുടെ നിലവിളിക്കെതിരെ, കണ്ണടയ്ക്കുന്നവർക്കെതിരെ ശക്തമായി ഇടപെടുമെന്നും നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ദൈവം മുമ്പിൽ പോയി നിൽക്കേണ്ടവരാണ്. നമ്മുടെ സന്ദർശന ദിവസം വരും. ദൂരത്തുനിന്ന് നാശം നമ്മുടെ അടുക്കൽ വരും. ആ സമയത്ത് നമ്മൾ മറ്റുള്ളവർക്ക് കണ്ണടച്ച് കളയുന്ന ജീവിതമാണെങ്കിൽ, അവരെ സഹായിക്കാൻ കൈനീട്ടാൻ തയ്യാറാത്തവരാണെങ്കിൽ, ദൈവം നമ്മുടെ നേരെ കൈനീട്ടില്ല, നമ്മളെ സഹായിക്കില്ല, നമ്മുടെ നിലവിളി കേൾക്കില്ല. 2ാമത്തെ ചോദ്യം, അവിടെ ചോദിച്ച ചോദ്യം ഇതാണ്, സഹായത്തിനായിട്ട് നിങ്ങൾ ആരുടെ അടുക്കൽ ഓടിപ്പോകും? നമുക്ക് സഹായം ആവശ്യമുള്ളവരാണ്. നമ്മുടെ സഹായം ദൈവത്തിൽ നിന്നാണ്. സംഗീതക്കാരൻ ചോദിച്ച പോലെ ഒരു സഹായം ദൈവത്തിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ നാം മറ്റുള്ളവരോടും സഹായം കാണിക്കുന്നവരാകണം. സഹതപിക്കണം, അനുതപിക്കണം, സഹായിക്കണം, അവരെ കരുതണം, കൈനീട്ടണം. ഇത് വളരെ ആവശ്യമാണ്. മറ്റുള്ള നേരെ നമ്മൾ ചെവി അടച്ചു കളയരുത്. നമ്മുടെ സഹായത്തിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കില്ല, അത് വ്യക്തമാണ്. 3ാമത്, അവിടെ ചോദിച്ച ചോദ്യം ഇതാണ്. 3ാമത്, നിങ്ങളുടെ മഹത്വം നിങ്ങൾ എവിടെ വെച്ചുകൊള്ളും? അതായത് നിങ്ങൾക്കുള്ള സമ്പത്ത് കൊണ്ട് എന്ത് പ്രയോജനം? നിങ്ങളുടെ മഹത്വം എവിടെ വെച്ചുകൊള്ളും? സമ്പത്ത് നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാകില്ല. അത് നമുക്ക് ആവശ്യമുള്ളവർക്ക് നൽകാൻ തയ്യാറല്ലെങ്കിൽ, ബുദ്ധിമുട്ടുന്നവരെ, പ്രയാസപ്പെടുന്നവരെ, അനാഥരായി കിടക്കുന്നവർക്കെതിരെ അവർക്ക് വേണ്ടി നമുക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ സമ്പത്തുകൊണ്ടുള്ള ഗുണം? എന്താണ്? നമുക്ക് ഭാവിയില്ല. പിന്നെ എന്താ നമുക്കുള്ളത്? ഇവിടെ പറയുന്നത്, അവർ ബദ്ധന്മാരുടെ കീഴെ കുനിയുകയും ഹതന്മാരുടെ കീഴെ വീഴുകയും ചെയ്യുകയുള്ളൂ. നമുക്ക് വരാൻ പോകുന്ന അവസ്ഥ ഇതാണ്. നമ്മൾ കുനിഞ്ഞു പോകും, നമ്മൾ തകർന്നു പോകും, ദൈവം നമ്മളെ തോൽപ്പിച്ച് കളയും. നിർവധി ഇതെല്ലാം കൊണ്ട് അവൻ്റെ കോപം അടങ്ങാതെ അവൻ്റെ കൈ ഇനി നീട്ടിയിരിക്കും. ദൈവം വളരെയധികം ശ്രദ്ധിക്കുന്നൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഈ വേദഭാഗത്തിൽ വ്യക്തമായിട്ട് ഹൃദയം കഠിനമാക്കുന്ന ഒരു സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ മുമ്പിൽ വരുന്ന സാധുക്കളായ, അനാഥരായ, വിധവമാരായ, ബുദ്ധിമുട്ട് നേരിടുന്നവരുടെ നേരെ ഹൃദയം കഠിനമാക്കിയൊരു നേതൃത്വത്തെ ഇവിടെ ദൈവം കാണിച്ചു തന്നു. നമ്മൾ അങ്ങനെ ഒരിക്കലും ആകരുത്. ഇതിന് മറുപടിയായിട്ടൊരു വേദഭാഗം നമ്മൾ വായിക്കേണ്ടതുണ്ട്. സങ്കീർത്തനം 41. സങ്കീർത്തനം 41ന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ ഇതിന് മറുവശത്ത് നമ്മൾ ചിന്തിക്കണം. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും.
യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിൽ നീ അവനെ ഏൽപ്പിക്കുകയില്ല. യഹോവ അവനെ രോഗശൈലിയിൽ താങ്ങും. ദീനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റിവരിക്കുന്നു. മറ്റുള്ളവരുടെ കരുണയും കൃപയും കാണിക്കുന്നവർക്ക്, ഹൃദയം തുറക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഈ സങ്കീർത്തനക്കാരൻ പറയുകയാണ്. നമ്മൾ 10-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 34 വേദഭാഗങ്ങൾ അടങ്ങുന്ന ആ ഭാഗത്തിലേക്ക് വരാം. അതിൽ പ്രത്യേകിച്ച് അസീറിയ എന്ന രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ ജനങ്ങൾ അടിമകളായി പോയത്, പ്രവാസികളായി പോയത് അസീറിയയിലേക്കാണ്. അപ്പോൾ യെശയ്യാ പ്രവാചകൻ തൻ്റെ ശ്രദ്ധ ഇപ്പോൾ നേരെ തിരിക്കുന്ന അസീറിയയിലേക്കാണ്. അവിടെ അസീറിയ രാജ്യം ഇസ്രായേലിൻ്റെ നേരെ നേടിയ വിജയത്തിൽ അവർ അഹങ്കരിച്ച് നിൽക്കുകയാണ്. ഒരു വിജയം നേടി, ഇസ്രായേലിനെ കീഴടക്കി, തോൽപ്പിച്ചു, പ്രവാസികളെ പിടിച്ചുകൊണ്ട് വന്നു. പക്ഷെ അവരറിഞ്ഞില്ല ദൈവം അവരുടെ കയ്യിൽ കൊടുത്ത വിജയമാണിത്. ദൈവം അവരെ ഉപയോഗിക്കുകയായിരുന്നെന്ന് അറിഞ്ഞില്ല. കാരണം ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. ഇത് ബൈബിളിൽ വളരെ സുപ്രധാന വിശേഷതയുടെ വേദഭാഗമാണ്. അത് വെളിപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ മഹിമേറിയ, സർവശക്തനായ, പ്രപഞ്ചത്തിൻ്റെ ഭരണാധികാരിയായ, പരമോന്നതനായ ദൈവത്തിൻ്റെ ആ വലിയ ഉദ്ദേശം ദൈവം ഭൂമി നടപ്പാക്കുന്നു. അങ്ങനെ ഏത് ജനത്തെയും, ഏത് രാജ്യത്തെയും, ഏത് രാജാവിനെയും ദൈവത്തിൻ്റെ കൈകൾ ഉപയോഗിക്കും. അത് ഈ വേദഭാഗം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. കാരണം നരകത്തിൻ്റെ തീച്ചൂളയിൽ കിടക്കുന്ന മനുഷ്യൻ അവിടേക്ക് വീഴാതിരിക്കാൻ ദൈവം അവനെ പലതരത്തിൽ അവനോട് ശാസിക്കുകയാണ്, സഹായിക്കുകയാണ്. അത് വളരെ വലിയൊരു സത്യമാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എല്ലാവരും ഉപയോഗിക്കപ്പെടുന്നത്. ദൈവത്തിന് വലിയ നിർദ്ദേശമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്, ഒരു നിർണയമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ അസീറിയെക്കുറിച്ച് പറയുമ്പോൾ 5 മുതൽ 11 വാക്യങ്ങളൊന്ന് വായിച്ച് കേൾക്കാം. യെശയ്യാവ് 10. എൻ്റെ കോപത്തിൻ്റെ കോലായ അശ്ശൂരിന് അയ്യോ കഷ്ടം. നമുക്ക് ആ പ്രയോഗം ശ്രദ്ധി. എൻ്റെ കോപത്തിൻ്റെ കോല്. ദൈവത്തിൻ്റെ കോപം നടപ്പാക്കാനായിട്ട് ദൈവം മറ്റൊരു രാജ്യത്തെ ഉപയോഗിക്കുകയാണ്. തൻ്റെ ജനം ഇസ്രായേലിനെതിരെയുള്ള ദൈവത്തിൻ്റെ കോപം, അതിനെ അവരെ പാഠം പഠിപ്പിക്കാൻ ദൈവം ഉപയോഗിച്ച അസീറിയയാണ്. അവരുടെ കയ്യിലെ വടി എൻ്റെ ക്രോധമാകുന്നു. ഞാൻ അവനെ അശുദ്ധമായൊരു ജാതിക്ക് നേരെ അയക്കും. ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്. ദൈവം അയക്കും. എൻ്റെ ക്രോധം വഹിക്കുന്ന ജനത്തിന് വിരോധമായി ഞാൻ അവന് കൽപ്പന കൊടുക്കും. അവരെ കൊള്ളയിടുവാനും കവർച്ച ചെയ്യുവാനും തെരുവീതിയിലെ ചെളിയെപ്പോലെ ചവിട്ടിക്കളയാനും തന്നെ. അവനും അങ്ങനെയല്ല നിരൂപിക്കും. പക്ഷെ അസീറിയ രാജാവ് എന്താ വിചാരിച്ചത്? അസീറിയ ദേശം എന്താ വിചാരിച്ചത്? തൻ്റെ ഹൃദയത്തിൽ അങ്ങനെയല്ല വിചാരിക്കുന്നത്. നശിപ്പിപ്പാനും അനേക ജാതികളെ ഛേദിച്ച് കളയുവാനും അത്രേ അവൻ്റെ താല്പര്യം. അവൻ പറയുന്നത്, എൻ്റെ പ്രഭുക്കന്മാരൊക്കെ രാജാക്കന്മാരല്ലയോ? കൽനോ കർക്കസ്മീസിനെ പോലെ അല്ലയോ? ഹാമാത്ത് അർപ്പാദിനെ പോലെ അല്ലയോ? സമരിയ ദമസ്കസിനെ പോലെ അല്ലയോ? യെരുശലേമിലും സമരിയ ഉള്ളവയേക്കാൾ വിശേഷമായ ബിംബങ്ങൾ ഉണ്ടായിരുന്ന മിഥ്യാമൂർത്തികളുടെ രാജ്യങ്ങളെ എൻ്റെ കയ്യിൽ എത്തിപ്പിടിച്ചിരിക്കെ ഞാൻ സമരിയോടും അതിൻ്റെ മിഥ്യാമൂർത്തികളോട് ചെയ്തതുപോലെ ഞാൻ യെരുശലേമിനോട് എൻ്റെ വിഗ്രഹങ്ങളോട് ചെയ്യുകയില്ലയോ? അപ്പോൾ 5 മുതൽ 11 വാക്യങ്ങളിൽ ദൈവ കൈകൾ ഉപയോഗിക്കപ്പെട്ട അസീറിയ എന്ന രാജ്യത്തിൻ്റെ മനോഭാവത്തെയാണ് കാണിക്കുന്നത്. 5-ാം വാക്യം തുടങ്ങിയത്, എൻ്റെ കോപത്തിൻ്റെ കോലായ അശ്ശൂരിന് അയ്യോ കഷ്ടം. അപ്പം നിങ്ങളുടെ മനോഭാവം തെറ്റാണ്. ദൈവം അവരെ ഉപയോഗിക്കുകയായിരുന്നു, പക്ഷെ അവരത് തിരിച്ചറിയുന്നില്ല. അവർ മനസ്സിലായില്ല. അവർക്ക് ലഭിച്ച ഈ വിജയം, ഇസ്രായേൽ ജനത്തിനെതിരെ അവർക്ക് നൽകിയ വിജയം ദൈവം കൊടുത്ത വിജയമാണ്. ദൈവം നൽകിത്തന്നാണ്. ദൈവമാണ് അവരുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം യഹൂദയുടെ ഏറ്റവും വലിയ പാപമാണ് അവർ ദൈവത്തിൻ്റെ നിയമത്തിനെതിരെ പെരുമാറിയത്. ഏത് നിയമം തള്ളിക്കളഞ്ഞു. ദൈവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ, അവരുടെ ഏറ്റവും വലിയ ഭാരം അതാണ്. അങ്ങനെ അവർക്ക് ഏറ്റവും അധികം വെളിച്ചം കിട്ടിയവരാണ്. ദൈവമക്കൾ ദൈവത്തിൽ നിന്നുള്ള ആത്മീക പ്രകാശം കിട്ടുന്നവരാണ്, ലഭിച്ചവരാണ്. അതുകൊണ്ട് അവർ കൂടുതൽ ഉത്തരവാദികളാണ്. ദൈവത്തിൽ കൂടുതൽ കുറ്റബോധമുള്ളവരാണ്. ദൈവത്തോട് ന്യായം പറയേണ്ടവരാണ്. പക്ഷെ അസീറിയെ സംബന്ധിച്ച് അവർക്കും അവിടെ ഒരു കുറ്റമുണ്ട്, മനോഭാവത്തിലുള്ള തെറ്റ്. കാരണം 6-ാം വാക്യത്തിൽ 2 വാക്കുകൾ കാണാം. ഞാൻ അവനെ അശുദ്ധമായ ജാതിക്ക് നേരെ അയക്കും, എൻ്റെ ക്രോധമയക്കും ജനത്തിന് വിരോധമായി അവന് കൽപ്പന കൊടുക്കും. അയക്കുക, കൽപ്പന കൊടുക്കുക. അപ്പോൾ ദൈവമാണ് അസീറിയ രാജ്യത്തെ ഉപയോഗിച്ചത്, അവർ കൽപ്പന കൊടുത്തത്. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുകയാണ്. അവരറിഞ്ഞില്ല പ്രപഞ്ചത്തിലെ നാഥൻ ദൈവമാണ്, സകല രാജ്യങ്ങളെ ഭരിക്കുന്ന ദൈവമാണെന്ന് അവരറിഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്. പക്ഷെ അസീറിയ അഹങ്കാരവും ധാർഷ്ട്യവും നിഗളവും കൊണ്ട് അവർ വിചാരിച്ചു നമ്മുടെ സൈന്യ ബലം കൊണ്ടാണ് നമുക്ക് വിജയം കിട്ടിയതെന്ന്. അവരുടെ സൈന്യബലം കൊണ്ടല്ല. 7-8 വാക്യങ്ങൾ പറയുന്ന പോലെ അവനോ അങ്ങനെയല്ല നിരൂപിക്കുന്നത്, തൻ്റെ ഹൃദയത്തിൽ അങ്ങനെയല്ല വിചാരിക്കുന്നത്. നശിപ്പിപ്പാനും അനേക ജാതികളും ഛേദിച്ച് കളയാനും അത്രേ അവൻ്റെ താല്പര്യം. അവൻ പറയുന്നത്, എൻ്റെ പ്രഭുക്കന്മാരൊക്കെ രാജാക്കന്മാരല്ലയോ? അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ അനേക സൈനിക വീരന്മാരുണ്ട്, രാജാക്കന്മാരുണ്ട്, യുദ്ധവീരന്മാരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. അതുകൊണ്ടാണ് നമുക്ക് വിജയം കിട്ടിയത്. എനിക്ക് ബുദ്ധിയുണ്ട്, സാമർഥ്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പഠനമുണ്ട്, സ്വാധീനമുണ്ട്, കഴിവുണ്ട്, സമ്പത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജയിച്ചത്. ഇതല്ലേ നമ്മുടെ വാക്കുകൾ? ദൈവം നമ്മൾക്ക് അനുഭവം തന്നതാണ്, അവസ്ഥ തന്നതാണ്. എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അവരറിഞ്ഞില്ല സൈന്യങ്ങളുടെ യഹോവയാണ് എനിക്കെല്ലാവരും ഒരുക്കി തരുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. 6 രാജ്യങ്ങളുടെ പേര് ഇവിടെ പറയും. 6 രാജ്യങ്ങൾ.
അതിൽ ഒരു പേര് മറ്റേ രാജ്യം, ഒന്നാമത്തെ രാജ്യത്തിൻ്റെ പേര് മറ്റേ രാജ്യത്തിൽ നിന്നും കൂടുതൽ തെക്ക് കിടക്കുന്ന രാജ്യമാണ്. ആദ്യം പറഞ്ഞ കൽനോ എന്ന രാജ്യം അത് കീഴടക്കപ്പെട്ടത് 738 BC-യിലാണ്. കർക്കമേസ് 717, ഹാമാത്ത് 720, അർപ്പാദ് 740, 720 കീഴടക്കപ്പെട്ടു. സമരിയ 722, പിന്നെ ദമസ്കസ് 732. 6 രാജ്യങ്ങളുടെ പേര്. ആ രാജ്യങ്ങളെ കീഴടക്കപ്പെടേണ്ട കാരണം തന്നെ അവിടെ കാണാം. ഇവിടെ മിഥ്യാമൂർത്തികളും ബിംബങ്ങളും ആവർത്തിച്ച് പറയും, മിഥ്യാമൂർത്തികളും ബിംബങ്ങളും. ഇതാണ് രാജ്യങ്ങൾ നശിപ്പിക്കപ്പെടാനുള്ള കാരണം. ദൈവം ഇവരെ ഉപയോഗിച്ച്, അസീറിനെ ഉപയോഗിച്ച് വിഗ്രഹാരം കൊണ്ട് നിറഞ്ഞ രാജ്യങ്ങളെ നശിപ്പിച്ച് കളയാനായിട്ട്. പക്ഷെ അവർ തിരിച്ചറിഞ്ഞില്ല ദൈവമാണ് നിയന്ത്രിക്കുന്നത്, ദൈവമാണ് ഭരിക്കാൻ തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ ആത്മീകമായ കാപട്യവും വിശ്വാസപാതകവും ഈ രാജ്യങ്ങളുടെ നാശത്തിന് കാരണമായി. ഈ 12 മുതൽ 19 വരെ അസീറിയയുടെ ഈ അഹങ്കാരവും നികളവും കാണാം. അതിന് ദൈവത്തിൻ്റെ പ്രതികരണം കാണാം. 10-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 19 വരെ വായിക്കുമ്പോൾ, അതുകൊണ്ട് കർത്താവ് സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും തൻ്റെ പ്രവൃത്തിയൊക്കെ തീർത്ത ശേഷം ഞാൻ അശ്ശൂർ രാജാവിൻ്റെ അഹങ്കാരത്തിൻ്റെ ഫലത്തെയും അവൻ്റെ ഉന്നതഭാവത്തിൻ്റെ മഹിമയെയും സന്ദർശിക്കും. അഹങ്കാരം, ഉന്നതഭാവം. എൻ്റെ കൈയുടെ ശക്തി കൊണ്ടും എൻ്റെ ജ്ഞാനം കൊണ്ടും ഞാനിത് ചെയ്തു, ഞാൻ ബുദ്ധിമാൻ, ഞാൻ ജാതികളുടെ അതിരുകളെ മാറ്റുകയും അവരുടെ ഭണ്ഡാരങ്ങളെ കവർന്നു കളയുകയും പരാക്രമിയെ പോലെ സിംഹാസനം വരെ താഴ്ത്തുകയും ചെയ്തിരിക്കുന്നു. സ്വയം പറയുന്നതാണ്, വീരവാദം മുഴക്കുകയാണ്. എൻ്റെ കൈ ജാതികളുടെ ധനത്തെ ഒരു പക്ഷിക്കൂടിനെ പോലെ എത്തിപ്പിടിച്ചു, ഉപേക്ഷിച്ച് കളഞ്ഞ മുട്ടകളെ ശേഖരിക്കുന്ന പോലെ ഞാൻ സർവ്വഭൂമിയും കൂട്ടിച്ചേർത്തു. ചിറക് അനക്കുന്നവോ ചുണ്ടു തുറക്കുകയോ ചിലയ്ക്കുകയോ ചെയ്യുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് അവൻ പറയുന്നുവല്ലോ. വെട്ടുന്നവനോട് കോടാലി വമ്പ് പറയുമോ? വലിക്കുന്നവരുടെ ഈർച്ചയാൾ വലിപ്പം കാട്ടുമോ? അതോ പിടിക്കുന്നവനെ വടി വെക്കുന്ന പോലെയും മരമല്ലാത്തവനെ കോൽ പൊന്തിക്കുന്ന പോലെയുമാകുന്നു. അതുകൊണ്ട് സൈനികരുടെ യഹോവയായ കർത്താവ് അവൻ്റെ പുഷ്ടന്മാരുടെ ഇടയിൽ ക്ഷയമയക്കും. അവൻ്റെ മഹത്വത്തിന് കീഴെ തീ കത്തുമ്പോൾ ഒന്ന് കത്തും. ഇസ്രായേലിൻ്റെ വെളിച്ചൊരു തീയായും അവൻ്റെ പരിശുദ്ധൊരു ജ്വാലയായും ഇരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് എൻ്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ച് കളയും. അവൻ്റെ കാട്ടിൻ്റെയും തോട്ടത്തിൻ്റെയും മഹത്വത്തെ ദേഹമായി നശിപ്പിക്കും. അതൊരു രോഗി ക്ഷയിച്ചു പോകുന്ന പോലെ ഇരിക്കും. അവൻ്റെ കാട്ടിൽ ശേഷിച്ചിരിക്കുന്ന വൃക്ഷങ്ങൾ ചുരുക്കമായിരിക്കും. അസീറിയയുടെ അഹങ്കാരവും നികളം ഉന്നതഭാവം ദൈവം കൊടുക്കുന്ന മറുപടിയാണ്. പക്ഷെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. അസീറിയ ദൈവത്തിൻ്റെ കരങ്ങളിൽ, ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ വടി ഉപയോഗിക്കപ്പെട്ട അസീറിയ രാജ്യം. പക്ഷെ അവരുടെ ശക്തിയും മറ്റും കൊണ്ടാണ് വിജയം നേടിയെന്നവർ അഹങ്കരിച്ച് ഉന്നതഭാവം കാണിച്ച്. ദൈവത്തിൻ്റെ കൈകൾ ഉപയോഗിക്കപ്പെട്ടതാണ്. ദൈവം ഒരു മറ്റൊരു രാജ്യത്തിന് പാഠം പഠിപ്പിക്കാൻ, നശിപ്പിക്കാനായിട്ട് തന്നെ ഉപയോഗിക്കുകയായിരുന്നു ഓർത്തില്ല. ഈ തരത്തിലുള്ള ഉന്നതഭാവവും അസൂയയും അഹങ്കാരവും അവിടെ നാശത്തിന് കാരണമായി. അതാണ് ഇവിടെ സാധാരണ അസീറിയ രാജാക്കന്മാർക്ക് ഇവർ മനോഭാവമുള്ളവരാണ്. അത് അവരുടെ രേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കും. 12 മുതൽ 14 വാക്യങ്ങൾ നോക്കുമ്പോൾ അവരുടെ ആ ഉന്നതഭാവവും അഹങ്കാരവും വ്യക്തമായി കാണിക്കുന്നത്. പുതിയ നിയമത്തിൽ മത്തായിയുടെ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 16-19 വരെ ഒരു മനുഷ്യനെ, ധനവാനിയ ഒരു മനുഷ്യനെ കാണും. അനേക തലമുറകൾക്ക് വേണ്ടി സമ്പാദിച്ചു. ആ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ 11 തവണ ഞാൻ എൻ്റെ എന്ന വാക്ക് കാണാം. അതേപോലെ ഇവിടെ ഈ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ 8 തവണ ആ വാക്ക് കാണാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. എൻ്റെ കൈയുടെ ശക്തി കൊണ്ടും എൻ്റെ ജ്ഞാനം കൊണ്ടും ഞാനിത് ചെയ്തു, ഞാൻ ബുദ്ധിമാൻ, ഞാൻ ജാതികളെ മാറ്റുകയും ഞാൻ എൻ്റെ ഞാൻ 8 തവണ ആ വാക്ക് ഇവിടെ കാണാം. തന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. തൻ്റെ കഴിവുകൊണ്ടാണ് എല്ലാം നേടിയത്. ദൈവം ഇങ്ങനെ ഒരു ഉന്നതഭാവവും അഹങ്കാരവും ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. വീഴ്ചയ്ക്ക് മുമ്പേയുള്ളതാണ് ഈ ഉന്നതഭാവം. നാശത്തിന് മുമ്പേയുള്ളതാണ് ഗർവം. അശയുള്ള വ്യക്തമായി കാണിച്ചരും ഇതിൻ്റെ പൊള്ളത്തരം. 15 19 വരെ 4 വാക്കുകൾ ഉപയോഗിച്ച് കോടാലി, ഈർച്ചവാൾ, വടി, കോല്. ഇത് സ്വയം ഒന്നിനും പറ്റിക്കൊള്ളില്ല. വെറുതെ കോടാലി ഇവിടെ വെച്ച് അവിടെ ഇരിക്കും, ഈർച്ചവാൾ വെറുതെ അവിടെ ഇരിക്കും, വടിയും കോലും വെറുതെ അവിടെ ഇരിക്കും. അതൊരാൾ ഉപയോഗിക്കണം. ഒരു കയ്യിൽ ഉപയോഗിക്കപ്പെടുമ്പോഴാണ് അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ദൈവമാണ് ഈ രാജ്യങ്ങളെ ഉപയോഗിച്ചത്. അതുവരെ മറന്നുപോയി. ദൈവം ഉപയോഗിക്കുകയാണ് ഈ രാജ്യങ്ങളെ. അപ്പോൾ അസീറിയക്കാരെ സംബന്ധിച്ച് അവർ യെരുശലേമിനെതിരെ യുദ്ധം ചെയ്തു, യെരുശലേമിനെതിരേക്ക് പട നയിച്ചു. പക്ഷെ വാസ്തവത്തിൽ അവിടെ സ്വന്തം നാശമാണ് പിന്നീട് സംഭവിച്ചത്. അവർക്ക് ലഭിച്ച വിജയം ദൈവം കൊടുത്തതാണ്. അല്ല ഹിസ്കിയാവിൻ്റെയോ അവൻ്റെ പട്ടാളക്കാരുടെ വിജയമായിരുന്നില്ല. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവം എന്താണ് അവിടെ നടുവിൽ ചെയ്തതെന്ന് കാണിച്ചു കൊടുക്കും. ദൈവം എങ്ങനെയാണ് അവർക്ക് വിജയം നൽകിയത്? ഒറ്റ രാത്രി കൊണ്ട് 1,85,000 പട്ടാളക്കാരെയാണ് അവരുടെ അസീറിയ പട്ടാളത്തിൽ കൊന്നുകളഞ്ഞത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം എൻ്റെ 36 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ നമുക്ക് വായിച്ചു കേൾക്കാം. എന്നാൽ യഹോവയുടെ ദൂതൻ പുറപ്പെട്ടു, അസൂർ പാളയത്തിൽ 185,000 പേരെ കൊന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ അവരെല്ലാവരും ശവങ്ങളായി കിടക്കുന്നു കണ്ടു. അങ്ങനെ അസൂർ രാജാവായ സൻഹേരീബ് യാത്ര പുറപ്പെട്ടു മടങ്ങിപ്പോയി നിനവയിൽ പാർത്തു. ഒരു ദൂതൻ ഇടപെട്ടു. 1,85,000 പേര് ഒറ്റ രാത്രി കൊണ്ട് കൊന്നത്. ദൈവമാണ് പ്രവർത്തിക്കുന്നത് പഠിപ്പിക്കുകയാണ്.
അത് 2 രാജാക്കന്മാർ 19-ാം അധ്യായം 35-37 കാണും. ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഒറ്റ രാത്രി കൊണ്ടാണ് ഇത്രയും പേരെ സംഹരിച്ചു കളഞ്ഞത്. അതുകൊണ്ട് അഹങ്കാരത്തിന് സൻഹേരീബ് അസീറിയ രാജാവ് തിരിച്ചുപോയി നിനവയിലേക്ക്. ഇപ്പോൾ ദൈവം അസീറിയ പട്ടാളത്തെ തകർത്ത് കളഞ്ഞ ഇസ്രായേലിൽ. അവർ ഇസ്രായേലിനെതിരെ മാർച്ച് ചെയ്ത് വന്നതാണ്. അവരുടെ നാശത്തിൻ്റെ തുടക്കമായിരുന്നു. ഇവിടെ മഹത്വമെല്ലാം അതമ്പതിച്ചു. ഇപ്പോൾ ഒരു 100 വർഷത്തിനുള്ളിൽ അസീറിയ രാജ്യം ഇല്ലാതായി മാറി. അഹങ്കരിച്ചെന്ന രാജ്യം 612 BC 612 നിനവ അവരുടെ തലസ്ഥാനമായി നിനവ നശിക്കപ്പെട്ടു. അവരുടെ സൈനിക ബലം വലിയധികം ഉന്നത ഭാവവും അഹങ്കാരത്തോടും നികളത്തോടും അവർ അഹങ്കരിച്ച അവരുടെ സൈനിക ബലമെല്ലാം ഇല്ലാതായി, ശൂന്യമായി. 7-ാം നൂറ്റാണ്ട് വരെ കണ്ടില്ല BC. അപ്പോൾ അഹങ്കാരവും നികളവും എന്താണ് വിനാശം കൊണ്ടുവരുന്നത് എന്ന് കാണിച്ചു. ദൈവത്തിൻ്റെ കരങ്ങൾ ഉപയോഗിക്കപ്പെട്ടതാണെന്നത് ഓർത്തില്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവനെ ഉപയോഗിക്കുന്നത്. എനിക്ക് അറിവ് തരുന്നത്, അവസരം തരുന്നത്. അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം, അടങ്ങിയിരിക്കണം ദൈവത്തിൻ്റെ കയ്യിൽ, വിശ്വസ്തനായിരിക്കണം. അതാണ് ആ പാഠം. അപ്പം കൂടുതൽ നമുക്ക് അടുത്ത പാഠത്തിൽ പഠിക്കാം. അപ്പോൾ ഈ വിഷയം നിങ്ങൾ ഇന്നോ നാളെയോ അത് വീണ്ടും ഒന്നുകൂടെ കേൾക്കുക, പ്രയോജനപ്പെടും. ഉന്നതഭാവം ഉണ്ടാകരുത്, അഹങ്കാരം ഉണ്ടാകരുത്. ദൈവം നമ്മളെ പലതരത്തിൽ ഉയർത്തും, പല അവസ്ഥകളെ കടത്തിവിടും. നമ്മൾ വിചാരിക്കാത്ത നന്മകൾ നമുക്ക് നന്ദി വരും. അതിനെല്ലാവരും ഉദ്ദേശമുണ്ട്. ദൈവം നമ്മളെ ഇരുത്തിയ സ്ഥാനത്ത് ചെയ്യേണ്ട ജോലികൾ ചെയ്യുക. ദൈവത്തിന് മഹത്വം കിട്ടട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പാഠത്തിൽ. താങ്ക് യു. ഗോഡ് ബ്ലെസ്.